നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വാസം. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, വാഹനത്തിൻ്റെ റേഡിയേറ്റർ ഹോസുകൾ. അതായത് നമുക്കറിയാം, നമ്മൾ വാഹനത്തിൻ്റെ കൂളൻറ്റും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മാറി വിടുന്നതാണ്. എന്നാൽ കൂളൻറ്റിൻ്റെ ഹോസ് എപ്പോഴാണ് മാറേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ മാറിയിട്ടുണ്ടോ? നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ നിങ്ങൾ എപ്പോഴാണ് കൂളൻ്റെ ഹോസ് മാറിയിട്ടുള്ളത്? ഇനി കൂളൻ്റെ ഹോസ് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന പൈപ്പ് എപ്പോഴാണ് നിങ്ങൾ അവസാനം മാറിയിരിക്കുന്നത്? കാരണം ഇത് ഈ ഒരെണ്ണം മാത്രമല്ല, താഴെ വേറെ ഹോസ് വരുന്നുണ്ട്. നമ്മുടെ ഹീറ്റർ കോർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കുട്ടി റേഡിയേറ്റർ പോലെ, അതായത് നമ്മുടെ വാഹനത്തിനകത്ത് നമ്മുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അതായത് AC ഇടുന്ന സമയത്ത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ഹീറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു ഹീറ്റ്, അതായത് വാഹനത്തിൻ്റെ ക്യാബിനകത്ത് ഹീറ്റ് കൊടുക്കാൻ വേണ്ടി ഈ സെയിം കൂളൻ്റ് തന്നെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങോട്ട് ഹീറ്റർ കോറിൽ അങ്ങോട്ട് പോലും ഈ പറയുന്ന റബ്ബർ ഹോസ് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റബ്ബർ ഹോസ് മാറ്റേണ്ട കാലാവധി എപ്പോഴാണ്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഹോസുകൾ റീപ്ലേസ് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 വർഷമൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 4 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് മസ്റ്റായിട്ട് നമ്മൾ ഹോസുകൾ മാറി വിട്ടോണം. കാരണം 4ാമത്തെ വർഷം കുറച്ചൊരു മേജർ സർവീസ് തന്നെയാണ് വരുന്നത്. ആ കൂട്ടത്തിൽ ഹോസുകൾ കൂടെ മാറി വിടുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. ഇനി കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം കാണും, ഇതിപ്പോൾ ഹോസ് മാറിയിട്ടില്ല, കുറേ നാളായി മാറി, പക്ഷേ എന്നാണ് മാറിയെന്നൊരു ഓർമ്മയും കിട്ടുന്നില്ല. 4 വർഷം കഴിഞ്ഞോ 5 വർഷമായോ, ഇതൊരു കൃത്യമായിട്ടൊരു അറിവില്ല, അല്ലെങ്കിൽ മാറിയിട്ടില്ല, ഒരു സെക്കൻഡ് ഹാൻഡ് എടുത്തൊരു വാഹനമാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്കത് എങ്ങനെ അറിയാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചും ഞാനൊന്ന് പറഞ്ഞു തരാം. അതായത് വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഹോസ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് കണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഹോസ് ഹാർഡായിട്ടിരിക്കുകയാണ്. അതായത് നല്ല കല്ല് പോലെ ഉറച്ചാണ് ഇരിക്കുന്നത്. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എന്തോ ഒരു പൊട്ടുന്ന ഒരൊച്ച പോലെ കേൾക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന ശരിക്കും പറഞ്ഞാൽ ഇത് മാറാനുള്ള ടൈമായിട്ട് പിന്നെയും യൂസ് ചെയ്യുന്നതിൻ്റെ സിംറ്റമാണ്. അതായത് പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട്, നമുക്ക് റബ്ബറൊക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ, ആ ഒരു സോഫ്റ്റായിട്ട് തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പവും വരത്തില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല, ആ ഒരു രീതിക്കല്ല ഇത് ഫീൽ ചെയ്യുന്ന. പ്രസ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഒന്നും പ്രസ് ചെയ്യുമ്പോൾ ഒരു ബ്രേക്കിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ റബ്ബർ ഹാർഡായി പോയിരിക്കുകയാണ്. ഇതിനകത്ത് ചെറിയ രീതിക്കുള്ള ഡാമേജസും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതായത് അകത്ത് പൊട്ടലുണ്ടാകും. പുറമേ നമുക്ക് നോക്കുന്ന സമയത്ത് വളരെ നീറ്റായിട്ട്, അതായത് ഇതുപോലെ തന്നെ നീറ്റായിട്ടിരിക്കും, ഒരു പ്രശ്നവും ഫീൽ ചെയ്യത്തില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനകത്തുകൂടെയാണ് നമ്മുടെ ഹീറ്റായിട്ടുള്ള കൂളൻ്റ് സർക്കുലേറ്റ് ചെയ്യുന്നത് ഇതിലേക്ക്. അപ്പോൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത് തന്നെ പുറമേ പ്രശ്നങ്ങളൊന്നുമില്ല, മാറേണ്ട കാര്യമില്ല എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ഒരു കാരണവശാൽ അങ്ങനെ ചിന്തിക്കരുത്. കാരണം 4 വർഷം കൂടുമ്പോൾ കൃത്യമായിട്ടത് മാറി വിട്ടാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ ഹോസുകൾക്ക് കംപ്ലയിൻറ്റ് വരുന്ന ഏത് വാഹനത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓട്ടമില്ലാത്ത വാഹനം, അതായത് ഓട്ടം ഓടുന്നത്, അതായത് ഈ വാഹനം ഓടുന്നത് വളരെ കുറവായിട്ടുള്ള വാഹനങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓട്ടം ഇല്ലാത്ത വാഹനങ്ങളുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചോണം. ഒരു 3.5 വർഷമൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 4ാമത്തെ വർഷം കടക്കുമ്പോഴത്തേക്കും തന്നെ ഈ ഹോസ് മാറി വിട്ടോണം. കാരണം അവരുടെ വിചാരം ഇത് യൂസ് ചെയ്യുന്നില്ല, പ്രശ്നങ്ങൾ വരത്തില്ലെന്ന്. ഹാർഡായി പോവും, തന്നെ ഇരുന്നത് ഹാർഡായി പോവും. പക്ഷേ അതേ സ്ഥാനത്ത് ഓടുന്നൊരു വാഹനമാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിക്ക് ഓട്ടമുള്ളൊരു വാഹനത്തിന് ഇത്രയും പ്രശ്നം വരത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഹീറ്റായി ഇതെപ്പോഴും ഈ സർക്കുലേഷൻ കൂടെ നടക്കുന്നുള്ളതുകൊണ്ട് ഈ ഒരു പ്രോബ്ലം വരുന്നില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വാഹനത്തിൻ്റെ കൂളൻ ലീക്ക് കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഹോസിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. അത് ഏത് ഹോസ് വേണമെങ്കിലും, മേളത്തെ ഹോസാകാം, താഴത്തെ ഹോസാകും, ഹീറ്റർ കോറിൻ്റെ അങ്ങോട്ട് പോകുന്ന ഹോസാകാം. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി, അതായത് ഈ അറ്റത്ത് നിങ്ങൾക്ക് ചിലപ്പം വെട്ടയില്ലാത്തതുകൊണ്ട് വ്യക്തമായിട്ട് കാണത്തില്ല, ഞാൻ കൈ ചൂണ്ടുന്ന പോർഷനിലോട്ട് വരുന്നതാണ് ഹീറ്റർ കോർ. ആ ഹീറ്റർ കോറിൻ്റെയൊക്കെ ഹോസിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലീക്ക് വരുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതൊരു ചെറിയ കാര്യമായിട്ട് തള്ളിക്കളയരുത്, കൃത്യമായിട്ട് മാറി വിട്ടോണം. ഷോറൂമിൽ ചെല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ സർവീസിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് 4 വർഷം കൂടുന്നവരും കൃത്യമായിട്ട് അത് മാറിക്കോണം. അത് മാത്രമല്ല, പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഹോസ് ഹാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാറി വിട്ടോണം.